Okay, welcome one and all to Brains YouTube channel. So, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് +2 ബിസിനസ് സ്റ്റഡീസ് ആയിരുന്നു. +2 ബിസിനസ് സ്റ്റഡിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനേജ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. അതിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ട് വീഡിയോസിൽ നമ്മൾ മാനേജ്മെന്റിന്റെ മീനിങ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഇതെല്ലാം കവർ ചെയ്തു. ഇന്ന് നമ്മൾ മറ്റൊരു കാര്യമാണ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഓക്കെ, സോ നേച്ചർ ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേച്ചർ ഓഫ് മാനേജ്മെന്റിനെ കുറച്ച് കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യണം. മാനേജ്മെന്റിനെ മറ്റ് ചില കാര്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്, അല്ലേ? കലയെ നമ്മൾ ആർട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ഒരു ആർട്ടാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കണം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മാനേജ്മെന്റ് ആസ് എ സയൻസ്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു പ്രോബ്ലം ആയിരുന്നില്ല, 10ാം ക്ലാസ് വരെ നമുക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ മാനേജ്മെന്റ് ഒരു സയൻസ് ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്, നമ്മൾ സയൻസും പഠിക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മാനേജ്മെന്റ് സയൻസ് ആണോ നോക്കണം. പിന്നെ നമുക്കൊരു കാര്യം കൂടി നോക്കണം, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നായിട്ട് മാനേജ്മെന്റ് ആസ് എ ആർട്ട്, മാനേജ്മെന്റ് ഓഫ് എ സയൻസ്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, ഇത് ഓരോന്നുമായിട്ട് നമ്മൾ മാനേജ്മെന്റിനെ നമുക്കൊരു ആർട്ടോ പ്രൊഫഷനോ സയൻസോ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങളുടെ കുറച്ച് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ആൻസർ നിങ്ങൾ ക്വസ്റ്റ്യനിൽ വന്നാൽ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്. മാനേജ്മെന്റിനെ നമുക്ക് ഒരു ആർട്ടാണെന്ന് പറയാൻ പറ്റുമോ? മാനേജ്മെന്റ് ഒരു കലയാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ മാനേജ്മെന്റ് ആസ് എ ആർട്ട്. ഒരു സാധനത്തിന് നമുക്കൊരു സാധനമാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ആർട്ട് എന്താണെന്ന് പഠിക്കണം. ആർട്ട് എന്താണെന്ന് മനസ്സിലാക്കണം, ആർട്ടിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആർട്ടിന്റെ ഫീച്ചേഴ്സ് മാനേജ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കണം. അങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മാനേജ്മെന്റ് ഒരു ആർട്ടാണ്. ഓക്കെ, നമുക്ക് ആദ്യം ആർട്ട് എന്താണെന്ന് നോക്കാം. സോ ആർട്ട് എന്ന് പറഞ്ഞാൽ പല ഫോംസിലുണ്ട്. നിങ്ങൾക്ക് ഡാൻസ് ആവാം, വേറെ ഏതെങ്കിലും ഫോം ഓഫ് ഡാൻസ് ആവാം, അല്ലെങ്കിൽ മ്യൂസിക് ആവാം, അല്ലേ? മ്യൂസിക് ആവാം, അല്ലെങ്കിൽ ഫേമസ് ആക്ടിങ് ആവാം, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അറിയുന്ന ഫോംസ് ഓഫ് ആർട്ടാണ്. സോ ഇതൊക്കെ ആർട്ടാണെന്ന് പറയാം. ബട്ട് വാട്ട് ഈസ് ആർട്ട് എന്ന് ചോദിച്ചാൽ ഒരു ഡെഫിനേഷൻ അറിയോ? ഇത് ആക്ടിങ് ആണ്, ഇത് മ്യൂസിക് ആണ്, ഇത് ഡാൻസിങ് ആണെന്ന് അറിയാം. ബട്ട് വാട്ട് ഈസ് ആർട്ട് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡെഫിനേഷൻ അറിയോ? അറിയില്ല. സോ നമുക്ക് അതിന്റെ ഡെഫിനേഷൻ നോക്കാം, കാരണം നമുക്ക് മാനേജ്മെന്റ് ഇതിനോട് കമ്പയർ ചെയ്യണം. ഓക്കെ, സോ ഹിയർ ഈസ് ദ ഡെഫിനേഷൻ, സിമ്പിൾ ഡെഫിനേഷൻ, സിമ്പിൾ വേർഡ്സ്. Art is the skillful and personal application of acquired knowledge for the achievement of desired result. നമുക്ക് ആവശ്യമുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള പഠനത്തിലൂടെ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള നോളേജിനെ, അറിവിനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മ്യൂസിക് എടുക്കാം. മ്യൂസിക് എടുക്കുമ്പോൾ നമ്മൾ 7 നോട്ട്സ് ഓഫ് മ്യൂസിക് പഠിക്കും. സ്വരങ്ങൾ എന്ന് നമ്മൾ പറയും, സരിഗമ. ഓക്കെ, അത് നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പേഴ്സണൽ ആയിട്ട് അപ്ലൈ ചെയ്യും. ഓരോ ആൾക്കാരും ഡിഫറെൻറ്റ് രീതിയിൽ അതിനെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാണുന്ന സോങ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിന്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, വേറൊരു കാര്യം കൂടെ, ഇറ്റ് ക്യാൻ ബി അക്വയർഡ് ത്രൂ സ്റ്റഡി, ഒബ്സർവേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ആർട്ട് എങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ചില ആൾക്കാരൊക്കെ ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് എങ്ങനെയൊക്കെ അക്വയർ ചെയ്യാൻ പറ്റും? വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അക്വയർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ട് അതിനെ അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയും മനസ്സിലായി. ഇനി നമുക്ക് എന്ത് നോക്കണം? ആർട്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. കാരണം ആ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ടാണ് നമുക്ക് മാനേജ്മെന്റിനെ കമ്പയർ ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ഗോ ടു ഫീച്ചേഴ്സ് ഓഫ് ആർട്ട്. സോ ഫസ്റ്റ് ഫീച്ചർ, എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളേജ്. ഏതൊരു ആർട്ട് ഫോം ആണെങ്കിലും അതിന് തിയറിറ്റിക്കൽ നോളേജ് ഉണ്ടാവും. തിയറിറ്റിക്കൽ നോളേജ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള തിയറീസ് ഉണ്ടാവും, അതിനെക്കുറിച്ചുള്ള ബുക്സ് ഉണ്ടാവും. സോ ഏതൊരു ആർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾ, ഫോർ എക്സാമ്പിൾ സേ ആക്ടിങ് ആണ്, ആക്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുക്സ് ഉണ്ടാവും. ആ ഫീൽഡ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. നെക്സ്റ്റ് വൺ തിയറി, ഗിറ്റാർ ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, അതിനെ പറ്റിയുള്ള ബുക്സ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ വീണ്ടും ആക്ടിങ് ആണ്, അതിനെക്കുറിച്ചുള്ള ബുക്സ്. ഇനി മ്യൂസിക് ആണ്, അതിനെക്കുറിച്ചുള്ള ബുക്സ് ഉണ്ടാവും. കഥകളിയാണ്, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള പുസ്തകങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ എല്ലാ ഫോംസ് ഓഫ് ആർട്ടിനും എന്തുണ്ടാവും? ഒരു തിയറിറ്റിക്കൽ ബേസ് ഉണ്ടാവും. അത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റിലൂടെയും കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ച ഒരു തിയറി ബേസ് ഉണ്ടാവും. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് ആർട്ട്. നെക്സ്റ്റ് വൺ, സോ
നെക്സ്റ്റ് ഫീച്ചർ, ഇപ്പോൾ ഇത് ഈ രണ്ടുപേരെ നിങ്ങൾക്ക് അറിയില്ല അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടാൾക്കാരാണ്. ഒന്ന് യേശുദാസ് ആണ് സാറാണ്, അടുത്തത് MG ശ്രീകുമാർ സാർ. അപ്പോൾ ഈ രണ്ടുപേരുടെയും പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും പാട്ടുകൾ ഒരേപോലെയാണോ? പാട്ടുകൾ രണ്ടുപേരും വളരെ നല്ലതാണ്, പക്ഷെ പാട്ട് രണ്ടും ഇവർ പാടുമ്പോൾ എന്താവും, രണ്ടും രണ്ട് രീതിയിലാണ്. പക്ഷെ ഇവർ രണ്ടുപേരും എന്താണ്, ഗായകന്മാർ തന്നെയാണ് അല്ലേ, നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറയാം, ആണ്. ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ആർട്ട് തന്നെയാണ്, പഠിച്ചത് സെയിം സംഗീതവുമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും പാടുമ്പോൾ എന്താവുന്നു, പാട്ടുകൾ വ്യത്യാസമാക്കും. അപ്പോൾ ആർട്ടിൻ്റെ, കലയുടെ മറ്റൊരു ഫീച്ചറാണ് എന്ത് എന്ന് പറയുന്നത്, പേഴ്സണലൈസ്ഡ് അപ്ലിക്കേഷൻ. നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ തിയറിറ്റിക്കൽ നോളേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് പേഴ്സണലൈസ്ഡ് ആവും. ഓരോ ആൾക്കാരും അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, വ്യത്യസ്തമാവും. ഇപ്പം ആക്ടിങ് എടുത്തു നോക്കാം, നിങ്ങളെല്ലാവരും മോഹൻലാൽ പടങ്ങളും കണ്ടിട്ടുണ്ടാവും, മമ്മൂട്ടി പടങ്ങളും കണ്ടിട്ടുണ്ടാവും. ഇവർ രണ്ടുപേരും ചെയ്യുന്ന ആക്ടിങ് തന്നെയാണ്, ബട്ട് അവിടെ എന്ത് വരുന്നു, പേഴ്സണലൈസ്ഡ് ആയിട്ട് ഓരോ ആൾക്കാരും അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ആർട്ടിൻ്റെ സെക്കൻഡ് ഫീച്ചറാണ് പേഴ്സണലൈസ്ഡ് അപ്ലിക്കേഷൻ. എല്ലാവരും ഒരേപോലെ അല്ല അപ്ലൈ ചെയ്യുക, പല ആൾക്കാരും പല രീതിയിലാണ് അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ഫീച്ചർ ഓഫ് ആർട്ട് ഈസ് ദാറ്റ് ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ആർട്ട് നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റിയും പ്രാക്ടീസും ബേസ്ഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്കറിയാം പ്രാക്ടീസ്. ആർട്ട് നമുക്കൊരു ആർട്ട് ഫോം നമുക്ക് പഠിക്കണമെങ്കിൽ അത് നമ്മൾ റെഗുലർ ആയിട്ട് ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ തന്നെ ആർട്ടിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ കാര്യങ്ങൾ, ഇതുവരെ ലോകം കാണാത്ത കാര്യങ്ങൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും സാധിക്കും. സോ ഇത്രയുമാണ് നമുക്ക് ആർട്ടിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മാനേജ്മെന്റ് ഒരു ആർട്ടാണോ എന്ന് പറയണമെങ്കിൽ മാനേജ്മെന്റ് ഈ ഫീച്ചേഴ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യണം. ഇനി നമുക്ക് നോക്കാം മാനേജ്മെന്റ് ഈ ഫീച്ചേഴ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന്. ഓക്കെ, സോ ഇനി നമുക്ക് മാനേജ്മെന്റ് ഒരു ആർട്ടാണോ നോക്കണം. അപ്പോൾ മാനേജ്മെന്റ് ഒരു ആർട്ടാണോ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം നോക്കണം. ഫോർ മാനേജ്മെന്റ് ടു ബി കോൾഡ് ആൻ ആർട്ട്, മാനേജ്മെന്റ് മസ്റ്റ് ഫുൾഫിൽ ദ ഫീച്ചേഴ്സ് ഓഫ് ആർട്ട്. ഈ ഒരു കാര്യം നോക്കണം. അപ്പോൾ മാനേജ്മെന്റ് നമുക്ക് ആർട്ട് എന്ന് വിളിക്കണമെങ്കിൽ മാനേജ്മെന്റ് ആർട്ടിന്റെ ഫീച്ചേഴ്സ് ഫുൾഫിൽ ചെയ്യണം. ആർട്ടിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആർട്ടിന്റെ ഫസ്റ്റ് ഫീച്ചർ ആയിരുന്നു എന്ത് എന്ന് പറയുന്നത്, എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളേജ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് ആർട്ട്. അതിന് നമ്മൾ പറഞ്ഞു ആർട്ടിന് എന്തുണ്ടാവും, ആർട്ടിന് തിയറിറ്റിക്കൽ നോളേജ് ഉണ്ടാവും, തിയറി ബേസ് ഉണ്ടാവും. ആർട്ടിനെ കുറിച്ച് പഠിക്കാനുള്ള വലിയ വലിയ തിയറി ബുക്സ് ഉണ്ടാവും. ഇപ്പോൾ മ്യൂസിക്കിലാണെങ്കിൽ സ്വരങ്ങൾ പഠിക്കാനുള്ള ബുക്ക് ഉണ്ടാവും, ഡാൻസിലാണെങ്കിൽ അത് പഠിക്കാനുള്ള ബുക്ക് ഉണ്ടാവും, ആക്ടിങ്ങിലാണെങ്കിൽ അതിനുള്ള ബുക്സ് ഉണ്ടാവും, വലിയ തിയറി ബേസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിൻ്റെ ബേസിലായിട്ട് ബുക്സും കണ്ടു അല്ലേ, ഒരുപാട് ബുക്സ് നമ്മൾ കണ്ടു, ഇതേപോലത്തെ ബുക്സ് ഉണ്ടാവും. ഇനി മാനേജ്മെന്റിന് ഇതുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതേപോലത്തെ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ 2 ടെക്സ്റ്റ് എന്ന് പറയുന്ന പോലും മാനേജ്മെന്റ് എന്താണ്, തിയറി ബേസ് ആണ്. അപ്പോൾ മാനേജ്മെന്റിനും തിയറി ബേസ് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് like in the case of art, in management also there is a lot of literature available in various areas of management like marketing, finance, human resources, which the manager has to specialize in. മാനേജ്മെന്റിലും ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട്. മുൻപേ പഠിച്ചു പോയ എക്സ്പേർട്ട്, മുൻപേ ജോലി ചെയ്തിരുന്ന മാനേജേഴ്സ് ഫിക്സ് ചെയ്ത് പഠിച്ച് റിസർച്ച് നടത്തി വെച്ച ഒരുപാട് തിയറിറ്റിക്കൽ ബുക്സ് എന്തിനുണ്ട്, നോളേജിന്, മാനേജ്മെന്റിന് ഉണ്ട്. സോ ഈ ഫീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വി ഗീവ് എ ഗ്രീൻ സിഗ്നൽ ടു ദാറ്റ്. The first feature of art is satisfied by management. Next one. So the next feature is personalized application. ഇപ്പോൾ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, നമ്മൾ തിയറിറ്റിക്കൽ നോളേജ് എല്ലാവരും പഠിക്കുന്ന സെയിം ആണെങ്കിലും അത് ഓരോരുത്തരും അപ്ലൈ ചെയ്യുമ്പോൾ, ആർട്ട് ഓരോരുത്തരും അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഡിഫറെൻ്റ് ആവും. 2 സിംഗേഴ്സ് പാട്ട് പാടുമ്പോൾ, 2 ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുമ്പോൾ, 2 പബ്ലിക് സ്പീക്കേഴ്സ് സ്പീക്ക് ചെയ്യുമ്പോൾ, 2 ആക്ടേഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. അവർ പഠിക്കുന്നതൊക്കെ സെയിം ആണെങ്കിലും അവർ ചെയ്യുമ്പോൾ എന്താവും, ഡിഫറെൻ്റ് ആവും. സോ ഇയാളെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഒന്ന് ഗൂഗിളിൻ്റെ CEO ആണ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മൈക്രോസോഫ്റ്റിൻ്റെ CEO ആണ്. സോ വൺ ഈസ് സുന്ദർ ആൻഡ് ദ അതർ ഈസ് സത്യ. ഓക്കെ, രണ്ടുപേരെയും നമുക്കറിയാം. സോ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, രണ്ടുപേരും ഇന്ത്യൻസ് ആണ്. അതിനെക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിളും ഉണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും മാനേജേഴ്സ് തന്നെയാണ്. ഇവർ പഠിച്ച മാനേജ്മെന്റ് ബുക്സും മാനേജ്മെന്റ് തിയറീസും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഈ 2 കമ്പനികളും മാനേജ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, 2 രീതിയിലാണ്. സോ നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി നമ്മൾ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ്, ഡിഫറെൻ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ മാനേജ്മെന്റിലും എങ്ങനെയാണ്, ജസ്റ്റ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ആർട്ട്,
management also, a manager applies the scientific methods and body of knowledge to a given situation, an issue or a problem in his own unique manner based on his personal skills. So we say that മാനേജ്മെന്റിലും പേഴ്സണൽ സ്കില്ലുകൾക്ക് അനുസരിച്ച് മാനേജറിന്റെ പേഴ്സണൽ സ്കില്ലിന് അനുസരിച്ചാണ് എന്ത് വരുന്നത് മാനേജേഴ്സ് അപ്ലിക്കേഷൻ നടത്തുന്നത്. സോ ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് ആർ ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ് ബൈ ദ മാനേജ്മെന്റ്. നമ്മൾ വീണ്ടും കൊടുക്കുന്നു ഒരു ഗ്രീൻ മാർക്ക്, കാരണം സെക്കൻഡ് ഫീച്ചറും മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. നൗ വി ഗോ ഓൺ ടു ദ തേർഡ് ഫീച്ചർ. സോ തേർഡ് ഫീച്ചർ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. ചില ടെക്സ്റ്റിൽ നിങ്ങൾക്ക് പ്രാക്ടീസും ക്രിയേറ്റിവിറ്റിയും രണ്ടും 2 പോയിന്റ് ആയിട്ടും തന്നിട്ടുണ്ടാവാം. നോ പ്രോബ്ലം, പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ആർട്ട് നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ ന്യൂ തിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ലെറ്റ്സ് സീ. Also, the manager practices the theories of management on regular basis for managing an organization. Managementൽ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച തിയറിറ്റിക്കൽ നോളേജ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് മാനേജർ എന്ത് ചെയ്യും, ഡെയിലി ബേസിസ് പ്രാക്ടീസ് ചെയ്യും. അയാൾ പഠിച്ചു വെച്ച മാനേജ്മെന്റ് തിയറീസ് ഒക്കെ അയാളുടെ എംപ്ലോയീസിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി അയാൾ യൂസ് ചെയ്യും. സോ ആ ഫീച്ചറും സാറ്റിസ്ഫൈഡ് ആണ്. നെക്സ്റ്റ് വൺ, creativity. Like in the case of art management also, a manager studies critical situation and formulate his own theories for use in a given situation to find out. This gives rise to different styles of management. So we can say that there is creativity in management. നമ്മൾ 2 പേരെ സെയിം സിറ്റുവേഷനിലേക്ക് കിട്ടുമെന്ന് വിചാരിച്ചോ, സെയിം പ്രോബ്ലം സെയിം മാനേജീരിയൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി 2 മാനേജേഴ്സിന് കിട്ടുമെന്ന് വിചാരിച്ചോ, അവർ 2 പേരും പുറത്തേക്ക് വരുന്നത് സെയിം മെത്തേഡ്സ് ഓഫ് സൊല്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കില്ല. 2 പേരും വരുന്നത് 2 മെത്തേഡ്സും ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് അവിടെ ക്രിയേറ്റിവിറ്റിക്ക് സ്കോപ്പ് ഉണ്ട്. സോ അഗെയിൻ both these features are also satisfied. അപ്പം നമ്മൾ പറഞ്ഞ 3 ഫീച്ചേഴ്സും ആർട്ടിൻ്റെ 3 ഫീച്ചേഴ്സും മാനേജ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്തു. സോ വി ക്യാൻ കൺക്ലൂഡ്. എന്ത് ചെയ്യാം, ഇനി നമുക്ക് നോക്കണം. സോ ഈസ് മാനേജ്മെന്റ് ആർട്ട്. വീണ്ടും നമ്മൾ ആ ചോദ്യത്തിലെത്തി. ഇപ്പം നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു, മാനേജ്മെന്റ് ഫീച്ചേഴ്സ് നോക്കി, അത് ആർട്ടിന്റെ ഫീച്ചേഴ്സ് നോക്കി, ആർട്ടും മാനേജ്മെന്റും ഫുൾഫിൽ ചെയ്യുന്നു നമ്മൾ നോക്കി. ഇനി എന്ത് സംഭവിക്കുന്നു, നമുക്ക് കൺഫ്യൂഷൻ തന്നെയാണ്. നമുക്ക് കൺഫ്യൂഷൻ തന്നെ. ഇപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഈസ് ദിസ് ഹാപ്പനിങ് റിയലി സർ? Let's see, നോക്കാം. Here is the conclusion. As management fulfills all the features of art, so management is a complete art. That is our conclusion. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതി ആൻസർ വരുത്തണം. ആദ്യം ആർട്ട് എന്താന്ന് പറയണം, ആർട്ടിന്റെ ഫീച്ചേഴ്സ് പറയണം, അത് മാനേജ്മെന്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ പറയണം, ആൻഡ് വി കൺക്ലൂഡ് ലൈക്ക് ദിസ്. കൺക്ലൂഡ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൻസർ ഷീറ്റ് കൊണ്ടുപോയിട്ട് ഈ ചിത്രം വരച്ചു വെക്കാനല്ല പറഞ്ഞത്. യു ഹാവ് ടു ജസ്റ്റ് റൈറ്റ് ദിസ്. ഓക്കെ, സോ വി കൺക്ലൂഡ്. നമ്മൾ നേച്ചർ ഓഫ് മാനേജ്മെന്റിൽ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് വി കൺക്ലൂഡ് ദാറ്റ് മാനേജ്മെന്റ് ഈസ് എ കംപ്ലീറ്റ് ആർട്ട്. ഓക്കെ, നൗ വി ഗോ ഓൺ ടു ദ സെക്കൻഡ് പോയിന്റ്. അപ്പോൾ നമ്മൾ ആർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് മാനേജ്മെന്റ് ആസ് എ സയൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ സയൻസ് നോക്കുന്നതിന് മുമ്പ്, മാനേജ്മെന്റ് ഒരു സയൻസ് ആണോ എന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇപ്പോൾ സയൻസിൽ നമ്മൾ പഠിക്കുന്ന നമുക്ക് ചുറ്റുപാടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെയാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. അപ്പോൾ സയൻസിൽ നമ്മൾ കുറച്ച് ജനറൽ റൂൾസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് നമുക്ക് ചുറ്റും നടക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സയൻസ് പഠിക്കുന്നത്. സോ വാട്ട് ഈസ് സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡെഫിനിഷൻ. Science is a systematized body of knowledge that explains certain general truths or the operation of general law. നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് സത്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് നിയമങ്ങൾ, അത് എൻവിറോൺമെന്റ് ലോസ് ആവാം അല്ലെങ്കിൽ നാച്ചുറൽ ലോസ് ആവാം, അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ്, ഒരു തിയറിറ്റിക്കൽ ബോഡി ഓഫ് നോളേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാനേജ്മെന്റ് സയൻസ് ആണോ എന്ന് നോക്കണം. സോ സയൻസ്, അതാണ് സയൻസിന്റെ ഡെഫിനിഷൻ. ആൻഡ് സയൻസിൽ നമ്മൾ പഠിക്കുന്ന മേ ബി നിങ്ങൾ ഗ്രാവിറ്റി പഠിക്കുകയാണെന്ന് സേ ഗ്രാവിറ്റി ആവാം, അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ ആവാം, അല്ലെങ്കിൽ കെമിസ്ട്രി ആവാം. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ സയൻസ് പഠിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് സയൻസ്. ഇനി മാനേജ്മെന്റ് സയൻസ് ആണോ നോക്കണം. സോ നേരത്തെ നമ്മൾ ആർട്ട് ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ സയൻസിന്റെ ഫീച്ചേഴ്സ് നോക്കും. സോ ഫീച്ചേഴ്സ് ഓഫ് സയൻസ്, ഫസ്റ്റ് വൺ, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ നേരത്തെ
ആർട്ടിൽ പഠിച്ച സെയിം കാര്യമാണ്. എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളേജ് പറഞ്ഞില്ലേ ആർട്ടിൽ, അതേപോലെ തന്നെ അതിനുള്ള സെയിം പോയിന്റ് ആണ് ഈ സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. സയൻസിൻ്റെ അകത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ആർട്ട് പറഞ്ഞ പോലെ ഒരു തിയറിറ്റിക്കൽ ബോഡി ഓഫ് നോളേജ് ഉണ്ടാവും, റിസർച്ചിലൂടെ കണ്ടുപിടിച്ചത്. പക്ഷേ സയൻസിൻ്റെ നോളേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ബേസിലായിരിക്കും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ നടക്കാനുള്ള കാരണം എന്ത്? ഫോർ എക്സാമ്പിൾ, ആൻ ആപ്പിൾ ഫോൾസ് ഡൗൺ. സോ അതിൻ്റെ കാരണം, ദാറ്റ് ഈസ് ദ കോസ്. അതിൻ്റെ എഫക്റ്റ്, ഒരു ആപ്പിൾ വീകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതിൻ്റെ റീസൺ എന്താണ്, അതൊക്കെ സയൻസിൽ എക്സ്പ്ലെയിൻഡ് ആയിരിക്കും. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദ സെയിം തിങ്. സയൻസ് ഹാസ് എ സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസും ഇഫക്റ്റും റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ആപ്പിൾ ഫോളിംഗ് ഡൗൺ, അതിന് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനായിട്ട് പഠിക്കുന്നു. ഓക്കെ, അതിന് അതേപോലെ തന്നെ സയൻസിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് തിയറിറ്റിക്കൽ നോളേജുള്ള തിയറിറ്റിക്കൽ ബുക്സ് ഉണ്ടാവും. ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, എനിത്തിങ് ഇറ്റ് മേ ബി. ഓക്കെ, നൗ ദ സെക്കൻഡ് ഫീച്ചർ ഓഫ് സയൻസ്. സെക്കൻഡ് ഫീച്ചർ ഓഫ് സയൻസ് ഈസ് ദാറ്റ് പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. സയൻസിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ ഫോം ചെയ്യുന്നത്, സയൻസിലുള്ള ഓരോ റൂളും നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ്. പക്ഷേ നിങ്ങൾ പുതിയൊരു ഡ്രഗ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയൊരു മെഡിസിൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കൊറോണ ആയതുകൊണ്ട് കൊറോണക്ക് വാക്സിൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ സാധനം പ്രൂവ് ചെയ്യുന്നത്? ത്രൂ എക്സ്പെരിമെൻറ്റേഷൻ. ഇപ്പോൾ ലാബുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സയൻസിൻ്റെ പ്രിൻസിപ്പിൾസ് കണ്ടുപിടിക്കും. ഓക്കെ, so scientific principles are first developed through observation and then tested through repeated experimentation under controlled condition. It gives same result. അപ്പോൾ സയൻസിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ വേറൊരു പ്രത്യേകതയാണ് അത് എപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാലും നമുക്ക് എന്ത് തരും? സെയിം റിസൾട്ട് തന്നെ തരും. സെയിം എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ സെയിം ലബോറട്ടറി കണ്ടീഷനിൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് സെയിം റിസൾട്ട്സ് കിട്ടും. ഓക്കെ ഓക്കെ, രണ്ട് കെമിക്കൽസ് നമ്മൾ എവിടെ കൊണ്ടുപോയി മിക്സ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സെയിം റിസൾട്ട് കിട്ടും. സെയിം പോയിന്റ് ആണ് അടുത്തതുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. യൂണിവേഴ്സൽ ആയിട്ട് അപ്ലിക്കബിൾ ആണ്. അതായത് ലോകത്തിൽ ഏത് ഭാഗത്ത് പോയി ചെയ്ത് നോക്കിയാലും സയൻസിൻ്റെ പ്രിൻസിപ്പിൾ വിൽ ഗിവ് അസ് സെയിം റിസൾട്ട്. സെയിം കണ്ടീഷനാണ് ചുറ്റുമുള്ളതെങ്കിൽ വി വിൽ ഗെറ്റ് വാട്ട്? സെയിം റിസൾട്ട്. സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ വാലിഡിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ സേ ഒരു ആപ്പിൾ, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മളൊരു ആപ്പിൾ അല്ലെങ്കിൽ മരത്തു നിന്ന് ഒരു ആപ്പിൾ വീണാലും താഴേക്ക് തന്നെ വരും. ഇനി അത് ഇന്ത്യയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും ആ ആപ്പിൾ എങ്ങോട്ട് തന്നെ വരും? താഴേക്ക് തന്നെ വരും. അപ്പോൾ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഹാവ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. സോ നമുക്ക് മാനേജ്മെൻറ്റിനെ സയൻസ് എന്ന് വിളിക്കണമെങ്കിൽ സയൻസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ മാനേജ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. സോ നമുക്ക് വൺ ബൈ വൺ നോക്കാം. സോ ഫസ്റ്റ് ഫീച്ചർ ആയിരുന്നു സയൻസിൻ്റെ സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ്. സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വേറെ ഒന്നുമില്ല, എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളേജ് തന്നെയാണ്. സയൻസിന് ഒരുപാട് തിയറിറ്റിക്കലായിട്ടുള്ള നോളേജ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ കണ്ടു, ബുക്സൊക്കെ കണ്ടു. അപ്പോൾ ഇനി മാനേജ്മെൻറ്റിനുണ്ടോ? മാനേജ്മെൻറ്റിനുണ്ട്. Management has a systematized body of knowledge. It has its own theories and principles that have developed over a period of time. അപ്പോൾ മാനേജ്മെൻറ്റിനും സയൻസിൻ്റെ പോലെ തന്നെ തിയറിറ്റിക്കൽ നോളേജ് ഉണ്ട്. മാനേജ്മെൻറ്റ് തിയറിറ്റിക്കൽ നോളേജ് ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള 2 ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ കയ്യിലുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ മാനേജ്മെൻറ്റ് തിയറിയാണ്. ഓക്കെ, സോ മാനേജ്മെൻറ്റിനുണ്ട്. സോ ഈ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പോയിന്റ് സയൻസിൻ്റെ ഈ ഫീച്ചർ മാനേജ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് അഗെയിൻ ഗിവ് എ ടിക്ക് മാർക്ക് ഫോർ ദാറ്റ്. സോ ദിസ് ഫീച്ചർ ഈസ് fulfilled by management. Now let's see the next feature. Next feature was പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. നമ്മൾ പറഞ്ഞു സയൻസിലെ പ്രിൻസിപ്പിൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ഒരു കാര്യത്തിനെ ഒബ്സർവ് ചെയ്യും. ആദ്യം ഇപ്പോൾ നമ്മൾ ഗ്രാവിറ്റി പഠിച്ചത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ കണ്ടുപിടിച്ച ആൾ നമ്മൾ എന്ത് ചെയ്തു? ആപ്പിൾ ഫോളോ ചെയ്യുന്ന കാര്യം ഒബ്സർവ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ബേസിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്ത് നമ്മൾ ആ ഫിനോമിനൻ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ സയൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റേഷനിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളും നമ്മൾ കണ്ടുപിടിക്കുന്നത് എക്സ്പെരിമെൻറ്റേഷനിലൂടെ തന്നെയാണ്. പക്ഷേ സയൻസിൻ്റെ പ്രിൻസിപ്പിള് നമ്മൾ എവിടെ അപ്ലൈ ചെയ്താലും സെയിം റിസൾട്ട് തന്നെ തരും. സെയിം ലബോറട്ടറി കണ്ടീഷൻ ആണെങ്കിൽ സെയിം റിസൾട്ട് തന്നെ തരും. പക്ഷേ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ അങ്ങനെയല്ല. കാരണം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഹ്യൂമൻ ബീയിങ്സിൻ്റെ മേത്തിൽ, എംപ്ലോയീസിൻ്റെ മേത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഹ്യൂമൻ ബീയിങ്സും ഒരേപോലെ റിപ്ലൈ തരണമെന്നില്ല, അത് ഒരേപോലെ റിയാക്ഷൻ തരണമെന്നില്ല. അപ്പോൾ സയൻസിൻ്റെ പ്രിൻസിപ്പിൾ പോലെയല്ല
മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻറ്റേഷനിലൂടെ ആണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എല്ലാ ടൈമിലും ഒരേപോലെ ആവില്ല. ഓക്കെ, So the principles of management have evolved over a period of time based on repeated experimentation and observation in different types of organization. However, since management deals with human beings and human behavior, the outcomes of these experiments are not capable of being accurately predicted or replicated. Clear? So ee feature correct ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഫുൾഫില്ല് ചെയ്യുന്നില്ല മാനേജ്മെൻറ്റ്. സോ നമ്മളിവിടെ ഒരു റെഡ് മാർക്ക് കൊടുക്കുന്നു, നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈസ്. ഈ ഫീച്ചർ ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ വാലിഡിറ്റി. യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ടൈമിലും എല്ലാ സ്ഥലത്തും സെയിം റിസൾട്ട് തരുന്നുള്ളായിരുന്നു യൂണിവേഴ്സൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. സയൻസ് അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. മാനേജ്മെൻറ്റ് അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എംപ്ലോയി ഉണ്ട്. കുറച്ച് ലേറ്റായി വന്നപ്പോൾ ഞാൻ അയാളുടെ സാലറി കുറച്ച് കട്ട് ചെയ്തു. അപ്പോൾ സാലറി കട്ട് ചെയ്യുമ്പോൾ ചില എംപ്ലോയീസ് എന്ത് ചെയ്യും, സാലറി കട്ട് ചെയ്യുന്നുള്ള ഭയം കൊണ്ട് കൂടുതൽ നല്ലോണം വർക്ക് ചെയ്യും. ചില എംപ്ലോയീസ് എന്ത് ചെയ്യും, സാലറി കട്ട് ചെയ്തെന്നുള്ള വാശിക്ക് കള്ളപ്പണി കാട്ടും. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ഒരു പ്രിൻസിപ്പിളാണ് ഈ സാലറി കട്ട് ചെയ്യുക എന്നുള്ളത്. എംപ്ലോയീസിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഈ സാലറി കട്ട് ചെയ്യുക എന്നുള്ളത്. ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് എംപ്ലോയീസ് രണ്ട് രീതിയിൽ റിയാക്ഷൻ തരാനുള്ള സാധ്യത ഉണ്ട്. സോ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഇല്ല. ഹ്യൂമൻ ബീങ്സിൻ്റെ മേത്തലായതുകൊണ്ട് അവിടെ സെയിം റിയാക്ഷൻ കിട്ടുന്ന ഒരു ഉറപ്പും ഇല്ല. അതിനെക്കൊണ്ട് നമ്മൾ പറയുന്നു ദിസ് പ്രിൻസിപ്പിൾ ഈസ് ഓൾസോ നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ്. സോ വി ഗീവ് എ നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇറ്റ് മേ ഹാപ്പൻ ഇൻ സം ടൈംസ്, ബട്ട് ചില സിറ്റുവേഷനിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാണ്ടിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. സോ വി ഡിസ്കസ് ദോസ് 3 features and now let's see. Again, so is management a science? Can we say that? Again, you have confusion. Let's see the conclusion. Even though management satisfies some of the features of science, but does not satisfy all the features of science, so cannot be called a complete science. മാനേജ്മെൻറ്റ് കുറച്ചൊക്കെ ഫീച്ചേഴ്സ് 50-50 രീതിയിലുള്ള ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് സയൻസിൻ്റെ. അതിനെക്കൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റ് മൊത്തത്തിൽ സയൻസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് വി കനോട്ട് കോൾ മാനേജ്മെൻറ്റ് എ കംപ്ലീറ്റ് സയൻസ്. മൊത്തത്തിലൊരു സയൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ വാട്ട് വി സേ, മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് സയൻസ്. മൊത്തമായിട്ടുള്ള സയൻസ് അല്ല, എക്സാക്റ്റ് ആയിട്ടുള്ള സയൻസ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻഎക്സാക്ട് സയൻസ്. ഓക്കെ.